രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ഈ ശരീരം ശാശ്വതമല്ല. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തിന് സിംഹാസനത്തിൽ ഇരിക്കാൻ കഴിയുന്ന കാലഘട്ടവും നിയന്ത്രിതമാണ്, പരിമിതമാണ്. അപ്പോൾ പിന്നെ അത് അടുത്ത തലമുറയെ ഏൽപ്പിക്കുക, അതല്ലാതെ വേറൊരു ഗതിയില്ല. ഇങ്ങനെ നാളെ നഷ്ടപ്പെടുമെന്ന് ഉറപ്പുള്ളതായ ഈ അധികാരത്തിനും ബലത്തിനും വേണ്ടി അച്ഛനെ ബന്ധിക്കുക, എതിർത്ത് വരുന്നവരെല്ലാം സംഹരിക്കുക എന്നുള്ളതായ ക്രൂരകർമ്മത്തിന് പുറപ്പെടുന്നത് ശരിയാണോ ലക്ഷ്മണ? നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇതൊന്നും നിലനിൽക്കില്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വില്ലെടുത്തുള്ളതായ അഭ്യാസത്തിന് പുറപ്പെടുന്നത്? രക്തച്ചൊരിച്ചിൽ എന്തിനു വേണ്ടിയിട്ടാണ്? യുദ്ധങ്ങളും ആളുകൾക്ക് ദുഃഖം വിതയ്ക്കലും എന്തിനു വേണ്ടിയിട്ടാണ്? അതെല്ലാം അർത്ഥശൂന്യം. ശ്രദ്ധയോടുകൂടി ചിന്തിക്കുക. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും ഭഗവാന്റെ വാക്യമാണിത്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. ഓരോരുത്തരും സ്ഥാനത്തിനും അധികാരത്തിനും ഒക്കെ വേണ്ടിയിട്ട് ചാടി പുറപ്പെടുന്നത് പല പ്രകാരത്തിലുള്ള സുഖങ്ങളിലുള്ള ആസക്തി കൊണ്ടാണ്. പക്ഷേ ഈ ഭോഗങ്ങൾ, ഈ സുഖാസക്തി, സുഖാനുഭവം അത് നിലനിൽക്കുമോ എന്നും ക്ഷണപ്രഭാചഞ്ചലം, മിന്നൽ പിണരുപോലെ പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. മിന്നൽ പിണറിന് എത്ര നേരത്തെ നിലനിൽപ്പുണ്ട്? ഒരു നിമിഷം, അത്രയേ ഉള്ളൂ. ആ ഒരു നിമിഷം ലോകത്ത് തിളക്കി എന്ന് വരാം, പക്ഷേ അടുത്ത നിമിഷത്തിൽ അതില്ല, വീണ്ടും കുരുരിട്ട് തന്നെ. അതാണ് ഭോഗങ്ങളുടെയും സുഖങ്ങളുടെയും ഒക്കെ അവസ്ഥ. എല്ലാ അനുഭവവും ക്ഷണപ്രഭാചഞ്ചലമാണ്, മിന്നൽ പിണരുപോലെ അശാശ്വതമാണ്. വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ. മനുഷ്യന്റെ ആയുസ് നിമിഷമാത്രം കൊണ്ട് നഷ്ടമായിത്തീരും. അത് ശാശ്വതമല്ല. വന്യസന്തപ്ത ലോഹസ്താംബു ബിന്ദുനാസന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. മനുഷ്യ ജന്മം എന്ന് പറയുന്നത് ക്ഷണഭങ്കുരമാണ്. ഒരു നിമിഷം കൊണ്ട് പൊട്ടി തകർന്നു പോകുന്നതാണ്. ഏതുപോലെ? വന്യയാൽ, തീയാൽ സന്തപ്തമായ ചുട്ട് പഴുപ്പിക്കപ്പെട്ട ലോഹം, ഇരുമ്പ്, അതിൽ വീണതായ അമ്പുബിന്ദുനാസന്നിഭം, ഒരു ജലത്തുള്ളി പോലെ, ഒരു തുള്ളി വെള്ളം പോലെ. ചുട്ടുപഴുത്ത ഇരുമ്പിൻ്റെ പുറത്ത് ഒരു തുള്ളി വെള്ളം വീണ് കഴിഞ്ഞാൽ എന്താകും അവസ്ഥ നമുക്കറിയാം. അത് നിമിഷം കൊണ്ട് ആവിയായി പോകും. അതൊരിക്കലും ശാശ്വതമായിട്ട് അവിടെ നിൽക്കില്ല, ഒരു നിമിഷം പോലും അവിടെ നിൽക്കില്ല. ഇതേ പ്രകാരത്തിൽ ആണ് എല്ലാ സുഖാനുഭവങ്ങളും. ഈ ആയുസ്സും ഇതേപോലെയാണ്, നശ്വരമാണ്. അതാണ് മർത്യജന്മം ക്ഷണഭങ്കുരം. നിമിഷം കൊണ്ട് തകർന്നു പോകുന്നതാണ് മനുഷ്യജന്മം. ആ മനുഷ്യജന്മത്തിനകത്ത് എല്ലാം വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്നത് ഉചിതമാണോ? ചിന്തിച്ചു നോക്ക്. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. ചക്ഷുശ്രവണൻ പാമ്പ്. ആ പാമ്പ് ദർദുരത്തെ, തവളയെ വിഴുങ്ങാനായി പിടികൂടി. അതിൻ്റെ വായ്ക്കകത്താക്കി തവള ഇപ്പോൾ അതിൻ്റെ ഗളത്തിലിരിക്കുകയാണ്, പാമ്പിൻ്റെ കഴുത്തിലിരിക്കുകയാണ്, തൊണ്ടയിലിരിക്കുകയാണ്. ഇനി ഒരു നിമിഷത്തിൻ്റെ ഒരു ചെറിയൊരു അംശം പോലും വേണ്ട പാമ്പ് വായൊന്ന് പൂട്ടാനും ഈ തവള പാമ്പിൻ്റെ വയറ്റിനുള്ളിലാകാനും. അത്രയേ ഉള്ളൂ ഇനി തവളയുടെ ആയുസ്. അങ്ങനെ ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം,
പാമ്പിൻ്റെ തൊണ്ടയിലിരിക്കുന്നതായ തവള അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ അവിടെ ഇരുന്നുകൊണ്ട് മുന്നിലൂടെ പറന്നു പോകുന്ന ഈച്ചയെ തൻ്റെ നാക്ക് നീട്ടി പിടിക്കാൻ തുടങ്ങുന്നു. അടുത്ത നിമിഷം തനിക്ക് പറ്റാൻ പോകുന്നത് എന്ത് എന്ന് ചിന്തിക്കാൻ പോലും അതിന് സാധിക്കുന്നില്ല. ഈച്ചയെ പിടിക്കാനാണ് അതിനപ്പോഴും താല്പര്യം. ആ ഈച്ചയോടൊപ്പം ഈ തവളയും പാമ്പിൻ്റെ വയറ്റിലാകും. ഇതേപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. കാലമാകുന്ന പാമ്പ്. ആ പാമ്പ് ഈ ലോകത്തെ മുഴുവൻ സമ്പൂർണമായിട്ടും പിടികൂടിയിരിക്കുന്നു. അതിൻ്റെ തൊണ്ടയ്ക്കുള്ളിലാണ് ഈ ലോകം മുഴുവൻ. എന്നിരുന്നാലും അവിടെ ഇരുന്നു കൊണ്ട് ആലോല ചേതസ ഇളകി മറിയുന്ന മനസ്സോടുകൂടി സുഖങ്ങളിലുള്ളതായ അത്യുത്കടമായ ആഗ്രഹത്തോടുകൂടി ഈ ലോകം എന്ത് ചെയ്യുന്നു? ജീവരാശി എന്ത് ചെയ്യുന്നു? ഭോഗങ്ങൾ തേടുന്നു, സുഖങ്ങൾ അന്വേഷിക്കുന്നു. അതിനു വേണ്ടിയിട്ട് വേണ്ടി വന്നു കഴിഞ്ഞാൽ ക്രൂരകർമ്മങ്ങൾ ചെയ്യാൻ പോലും മടിയില്ലാതെ ചാടിപ്പുറപ്പെടുന്നു. ഒരു കാര്യം ഓർക്കുക, അല്ലയോ ലക്ഷ്മണ, എല്ലാവരും ഇങ്ങനെ കൂടുന്നതുണ്ടല്ലോ, അതും ഇതേപോലെ നൈമിഷികമാണ് എന്നറിഞ്ഞുകൊള്ളുക. അതിനിടയ്ക്ക് ഈ യുദ്ധം എന്തിനാണ്? പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ, നദ്യാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ഒരു ആലയത്തിലെ ഒരു വീട്ടില് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുന്നത് അങ്ങേയറ്റം ചഞ്ചലമാണെന്ന് അറിഞ്ഞുകൊള്ളണം. അതിനിടയ്ക്കാണ് ഈ വഴക്കും ബഹളമൊക്കെ. ഏതുപോലെയാ ഒരുമിച്ച് കൂടുന്നത്? പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ തന്തരായി കൂടി വിയോഗം വരും പോലെ. പാന്ധന്മാർ, വഴിയാത്രക്കാര് ഏറെ ദൂരം നടന്ന് വെയിലും അതേപോലെ തന്നെ ക്ലേശങ്ങളും ഒക്കെ കൊണ്ട് സഹിച്ച് തളർന്ന് എന്തു ചെയ്യുന്നു? വഴിയമ്പലത്തിൽ ചെന്ന് അല്പനേരം വിശ്രമിക്കുന്നു. പല വഴികളിൽ നിന്ന് വന്ന വഴിയാത്രക്കാർ വഴിയമ്പലത്തിൽ വിശ്രമിക്കുന്നു. പല ദിശകളിലേക്ക് പോകേണ്ട വഴിയാത്രക്കാർ അവർ ഈ വഴിയമ്പലത്തിൽ വിശ്രമിക്കുന്നു. എല്ലാവരും ഒരിടത്തു നിന്ന് വന്നവരല്ല, എല്ലാവരും ഒരിടത്തേക്ക് പോകാനുള്ളവരല്ല, നേരത്തെ പ്ലാൻ ചെയ്ത് വന്നതുമല്ല. ഞാൻ വരും, നീ വരണം, ഇങ്ങനെ ഓരോരുത്തരും എല്ലാവരും വിദൂരങ്ങളിൽ ഇരുന്നു കൊണ്ട് പദ്ധതി ഇട്ടിട്ട് അങ്ങനെ നമുക്ക് ഒരുമിച്ച് കൂടാം, അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതുമല്ല. എല്ലാവരും വന്നു, തളർന്നു, വഴിയമ്പലം കണ്ടു, അവിടെ കയറിയിരുന്നു. പലയിടത്തു നിന്ന് വന്ന ആളുകൾ അവിടെ ഒരുമിച്ച് കൂടി. അത് കഴിഞ്ഞാലോ അവർ അല്പം ഒന്ന് വിശ്രമിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്ക് ചെന്നെത്തേണ്ടതായ ലക്ഷ്യമുണ്ട്. അവിടേക്ക് എല്ലാവരും എണീറ്റ് പോകും. റെയിൽവേ സ്റ്റേഷനിൽ ആളുകൾ കൂടുന്നത് പോലെ, ബസ് സ്റ്റാൻഡിൽ ആളുകൾ കൂടുന്നത് പോലെ പലയിടത്തു നിന്ന് വന്ന ആളുകൾ അവരവരുടെ വാഹനവും കാത്ത് ആണ് അവിടെ ഇരിക്കുന്നത്. പലരും ക്ഷീണിച്ച് അവശരായിട്ട് വാഹനം വരുന്നതുവരെ കാത്തിരിക്കുന്നു. വാഹനം വരുമ്പോഴേക്കും ചാടി പുറപ്പെടുന്നു ആ വാഹനത്തിനുള്ളിലേക്ക്. അതിനിടയ്ക്ക് അല്പനേരം പരിചയപ്പെട്ട് സംസാരിച്ചു എന്നൊക്കെ വരാം. പക്ഷെ ആ സംഭാഷണം വാഹനത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തുടരില്ല. അവിടെ ആ സംഭാഷണം നിർത്തും, വാഹനത്തിലേക്ക് പ്രവേശിക്കും. ഇതുപോലെയാണ് ആലയസംഗമം. ഒരു വീട്ടില് അച്ഛനും അമ്മയും മക്കളും സഹോദരങ്ങളും ഒക്കെ ഒരുമിച്ച് കൂടുന്നത്. അങ്ങനെ ഒരുമിച്ച് കൂടി. നേരത്തെ ഇങ്ങനെ ഒരുമിച്ച് കൂടാമെന്നുള്ള പ്ലാനും പദ്ധതിയുമായിട്ടൊന്നും അല്ല ഒരുമിച്ച് കൂടിയത്. ഓരോരുത്തരും പലയിടത്ത് നിന്ന് പല ജന്മങ്ങളിലൂടെ പല പല കർമ്മവാസനകളുമായിട്ട് വന്നു ചേർന്നവർ പല കർമ്മവാസനകൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പുറപ്പെടേണ്ടവർ എല്ലാവരും അവരവരുടേതായിട്ടുള്ള യാത്രയിലാണ്. അങ്ങനെ ഒരുമിച്ച് കാണുന്നതിനിടയ്ക്ക് ഇങ്ങനെയുള്ളതായ മത്സര്യങ്ങൾ, അല്ലയോ ലക്ഷ്മണ, ഉചിതമാണോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഓരോരുത്തരും അവരവരുടെ ആയുസ് കടന്നു പോകുന്നത് അറിയില്ല. അറിയാതെ തന്നെ ആയുസ് സ്ഥായിയാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എല്ലാവരുടെയും ഉള്ളിൽ കിടക്കുന്നു. അത് ഞാൻ ഒരിക്കലും മരിക്കില്ല, എന്നും ഞാൻ ഇങ്ങനെ തന്നെ എന്ന വിചാരത്തോടു കൂടിയിട്ട് അവരവരുടേതായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മറ്റാരെയും ഉപദ്രവിക്കാൻ പോലും തയ്യാറാകുന്നു. ഇപ്പോൾ ഇത് പകൽ, പിൽപ്പാട് രാത്രിയും, പിൽപ്പാട് പിന്നെ പകലുമുണ്ടായി വരും. ഓരോരുത്തരും
ഇങ്ങനെ തീരുമാനിക്കുകയാണ്, ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇപ്പോൾ ഇതാ പകലാണ്, ഇനി രാത്രി വരും, വീണ്ടും പകൽ വരും, ഇനിയും രാത്രി വരും, വീണ്ടും പകൽ വരും. ഇങ്ങനെ അവർ ചിന്തിച്ച് പല പദ്ധതികൾ വിടും. പക്ഷേ ഇതിനിടയ്ക്ക് ആയുസ് ക്ഷയിച്ചു പോകുന്നത് ആരും അറിയുന്നില്ല. ആമകുംഭാമ്പു സമാനം ആയുസ്സുടൻ പോവും, അതേതും ധരിക്കുന്നതില്ലാരുമേ. ആമകുംഭത്തിൽ നിറച്ചതായ വെള്ളം പോലെ. നമ്മൾ മണ്ണുകൊണ്ട് കുടമുണ്ടാക്കും, പാത്രങ്ങളുണ്ടാക്കും. അത് ഉപയോഗിക്കുന്നത് ഏതൊരു പ്രവൃത്തി ചെയ്തിട്ടാണ്? അതിനെ, ആ പാത്രങ്ങളെ, മണ്ണുകൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളെ തീയിൽ വെച്ച് ചുട്ടിട്ടാണ്. ചുട്ട് കഴിഞ്ഞാൽ കുടവും കലവും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ മണ്ണുകൊണ്ട് കുടമുണ്ടാക്കി അതിനെ ചുട്ടില്ല, ചൂളയിൽ വെച്ച്. അങ്ങനെയുള്ള പച്ച മണ്ണുകൊണ്ട് നിർമ്മിതമായ കുടം, അതാണ് ആമകുംഭം. അതിൽ വെള്ളം നിറച്ചാലോ? ചുട്ട് കഴിഞ്ഞ കുടത്തിൽ വെള്ളം നിറച്ചാൽ വെള്ളം അവിടെ ഇരിക്കും. എന്നാൽ ആമകുംഭത്തിൽ ചുട്ടെടുക്കാത്തതായ കുടത്തിൽ വെള്ളം നിറച്ചാലോ? 1 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും കുടവും കാണില്ല. നിറച്ച വെള്ളമോ ചെളിയോടൊപ്പം ചുറ്റുപാടും തറയിൽ വ്യാപിച്ചു കിടക്കുന്ന കാണാം. ഇതുപോലെ ആയുസ് പോകുന്നു. ഇത് ധരിക്കുന്നതില്ലാരുമേ, ആരും ധരിക്കുന്നില്ല. ഞാനെന്നും അനശ്വരനായി ശരീരത്തോടുകൂടി നിലനിൽക്കും എന്നുള്ള ധാരണയാണ് എല്ലാവരുടെയും ഉള്ളിൽ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ നശ്വരമായ ഈ ദേഹത്തെ ആസ്പദമാക്കിക്കൊണ്ട് അഹങ്കരിക്കുന്നു. ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം അഢ്യോഹമെന്ന്. ദേഹത്തിന്റെ പേരിലാണ് ഞാൻ ബ്രാഹ്മണനെന്ന് ഓരോരുത്തരും അഹങ്കരിക്കുന്നത്. എന്താ? ബ്രാഹ്മണന്റെ മകനായി പിറന്നു, അതുകൊണ്ട് ബ്രാഹ്മണോഹം, ഞാൻ ബ്രാഹ്മണനാകുന്നു. നരേന്ദ്രോഹം, ഞാൻ രാജാവിന്റെ മകനാണ്, അതുകൊണ്ട് ഞാൻ രാജാവാണ് എന്ന് ധരിക്കുന്നു. ആഢ്യോഹം, ഞാൻ ആഢ്യനാണ്, കേവനാണ്. എന്താ? അങ്ങനെയുള്ള ഒരാളിൻ്റെ സന്താനമായി പിറന്നു, അതുകൊണ്ട് ഞാൻ ആഢ്യനാണ് എന്നിങ്ങനെ എല്ലാവരും വിചാരിക്കുന്നു. ഏതിൻ്റെ പേരിൽ? ദേഹം നിമിത്തമാണ്. ഈ ശരീരം ലഭിച്ചത് ഇങ്ങനൊരു വലിയ കുടുംബത്തിൽ, അല്ലെങ്കിൽ വലിയ രാജകുടുംബത്തിൽ, അതുമല്ലെങ്കിൽ ഒരു ബ്രാഹ്മണന്റെ കുടുംബത്തിൽ. അതിൻ്റെ പേരിലാണ് ഈ അഹങ്കാരം. ഇങ്ങനെ അഹങ്കരിച്ച് കേവനെന്ന് നടിച്ച് താൻ ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യശാലിയാണ് എന്ന് വിചാരിച്ച് ലോകം മുഴുവൻ തൻ്റെ ആജ്ഞയ്ക്ക് അധീനമായി നിൽക്കണം എന്ന് ഗർവിച്ച് കഴിയുന്ന അവസരത്തിൽ എന്ത് സംഭവിക്കും? ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകലാം. എന്തൊക്കെയാ സംഭവിക്കുക? ഏതെങ്കിലും ജന്തുവിൻ്റെ ഭക്ഷണമായി തീരും. ഒന്നുകിൽ സിംഹത്തിൻ്റെയോ കടുവയുടെയോ ഭക്ഷണമായി തീരും. പഴയ കാലത്ത് കാടുകൾ ഏറെ ഉണ്ടായിരുന്ന കാലത്ത് അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇന്നും ഉണ്ട് അത്തരം പ്രശ്നങ്ങൾ. ഇന്ന് വേറൊരു പ്രകാരത്തിലുള്ള പ്രശ്നമുണ്ട്. വൈറസുകൾ ഭക്ഷിക്കും, അതും ജന്തു തന്നെ. ബാക്ടീരിയകൾ ഭക്ഷിക്കും, അതും ജന്തു തന്നെ. ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകലാം എന്നുള്ളതിനൊരു മാറ്റവുമില്ല. അങ്ങനെ താൻ ബ്രാഹ്മണനാണ്, നരേന്ദ്രനാണെന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാലും വൈറസിനും ബാക്ടീരിയയ്ക്കും അതേപോലുള്ളതായ ശല്യകാരിയായിരിക്കുന്ന മറ്റു ജന്തുക്കൾക്കും ആ ആളിനെ തിന്നാൻ പാടില്ല എന്ന വിചാരമൊന്നുമില്ല. അവ തിന്നിട്ട് കാഷ്ടിച്ചിട്ട് പോകും. അവയുടെ കാഷ്ടം ആകാനുള്ള യോഗ്യതയാണ് ഈ ബ്രാഹ്മണ ശരീരത്തിന്, അല്ലെങ്കിൽ രാജശരീരത്തിന്, അതല്ലെങ്കിൽ ആഢ്യന്റെ ശരീരത്തിനുള്ളത്. ഇത്രയേ ഉള്ളൂ ശരീരത്തിന്റെ വില. അതിൽ കൂടുതൽ വിലയൊന്നുമില്ല. ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകിലാം, വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. ചിലപ്പോൾ വെന്ത് വെണ്ണീറായി പോയി എന്നും വരാം, ചാരമായി പോയി എന്നും വരാം. മണ്ണിന് കീഴായി കൃമികളായി പോകിലാം. അങ്ങനെയും സംഭവിക്കാം. നന്നല്ല. ദേഹം നിമിത്തം മഹാമോഹം. ദേഹത്തിൻ്റെ പേരിൽ മഹാമോഹം, തെറ്റിദ്ധാരണകൾ, അപകടകാരികളായ വിചാരങ്ങൾ, അജ്ഞതയുടെ വിചാരങ്ങൾ, അതൊരിക്കലും നന്നല്ല എന്നറിയുക.
ദേഹത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ. ഇതെൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ ജ്യേഷ്ഠൻ അവകാശപ്പെട്ടത്, ഈ ദേഹത്തിന് അവകാശപ്പെട്ടത് ഈ കിരീടം, ഈ ചെങ്കോല്, ഈ സിംഹാസനം, അതിനെ നിഷേധിക്കുന്നു. ഞാൻ വിടില്ല, ഞാനത് അംഗീകരിക്കില്ല. ഇതെല്ലാം ദേഹത്തിൻ്റെ പേരിലാണ്. ജ്യേഷ്ഠനെന്നും അനുജനെന്നും അച്ഛനെന്നും അമ്മയെന്നും അതിൻ്റെ പേരിൽ സ്നേഹം വളർത്തുന്നതിന് പകരം അതിൻ്റെ പേരിൽ മാത്സര്യം വളർത്തുന്നത് ഒരിക്കലും ഉചിതമല്ല. മനുഷ്യൻ വില കൽപ്പിക്കേണ്ടത് സ്നേഹത്തിനാണ്, അതല്ലാതെ ദേഹത്തിനല്ല. ദേഹത്തിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കാനല്ല മനുഷ്യൻ ശ്രമിക്കേണ്ടത്. ഈ സകല ജീവരാശിയെയും സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തെ സമർപ്പിക്കേണ്ടത്. അതാണ് നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ദേഹം നിമിത്തമായിട്ടുള്ള അജ്ഞാനവും അജ്ഞാനജന്യമായ പ്രവൃത്തികളും നന്നല്ല. പിന്നെ ഏത് പ്രവൃത്തിയാണ് നന്നായിട്ടുള്ളത്? സ്നേഹനിർഭരമായ പ്രവൃത്തികളാണ് നന്നായിട്ടുള്ളത്.